all, welcome to Go Learners. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന്റെ മൊഡ്യൂൾ 5ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൊഡ്യൂൾ 5ൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. നമ്മൾ ഡിഫറെന്റ് സോർട്ടിംഗ് ടെക്നിക്ക്, അതായത് സെലക്ഷൻ സോർട്ട്, മെർജ് സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ഹീപ്പ് സോർട്ട്, അങ്ങനെ ഒരുപാട് സോർട്ടിംഗ് ടെക്നിക്സ് ആണ് ഫസ്റ്റ് പഠിച്ചത്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ അൽഗോരിതം പ്ലസ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഹാഷിങ്ങിലേക്ക് വന്നു. ഹാഷിംഗ് ഫങ്ഷൻസ്, ഹാഷിംഗ് ടെക്നിക്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 2023 ആണ് റെഫർ ചെയ്യാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചറിന്റെ. അതിലെ പാർട്ട് എയിൽ ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻസേർഷൻ സോർട്ട് അൽഗോരിതം ആണ്. ഓക്കെ, ആ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിന്റെ കേസിൽ പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇൻസേർഷൻ സോർട്ട് അൽഗോരിതം എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ അതുപോലെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു അൽഗോരിതം പോലെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ വാട്ട് യു മീൻ ബൈ ഡബിൾ ഹാഷിംഗ് ആൻഡ് വാട്ട് വിത്ത് എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഡബിൾ ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഓപ്പൺ ചെയിനിങ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. ആ ഹാഷ് വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ ഇൻഡെക്സിൽ നമ്മുടെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതും നിങ്ങൾക്കറിയാം. അപ്പോൾ ചിലപ്പോൾ 2 എലമെന്റ്സിന് സെയിം ഹാഷ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യും? അപ്പൊ അതാണ്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. 2 എലമെന്റ്സിന് ഒരേപോലത്തെ ഹാഷ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ടൈപ്പ് ഹാഷ് വാല്യൂസ് എടുക്കും, H1 H2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ H1 നമ്മൾ ഒരു ഇൻഡെക്സ് കിട്ടി, അപ്പൊ നമ്മൾ അവിടെ ആ ഹാഷ് വാല്യൂ കൊണ്ടെടുത്തു. പിന്നെ നമ്മൾ H1 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു നമ്പർ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സെയിം ഹാഷ് വാല്യൂ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ H2 അടുത്ത ഹാഷ് വാല്യൂ വെച്ചിട്ട് അതിന്റെ ഹാഷിംഗ് പെർഫോം ചെയ്യണം. എന്നിട്ട് ആ ഹാഷ് വാല്യൂവിൽ നമ്മൾ പുതിയ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഡബിൾ ഹാഷിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇക്വേഷൻ. നമ്മൾ പുതിയ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ H1ന്റെ വാല്യൂ എന്താണോ K എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കിട്ടിയത് അത് പ്ലസ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് ഇൻറ്റു H2 നമുക്ക് കിട്ടിയ Kന്റെ വാല്യൂ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പുതിയ ഇൻഡെക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ഹാഷിംഗ് ഇസ് എ ടെക്നിക് ഇൻ ഓപ്പൺ അഡ്രസ്സിംഗ് ഫോർ ഹാഷ് ടേബിൾസ് ടു റിസോൾവ് കൊളീഷൻസ് എന്ന് വെച്ചാൽ ഒരു ഇൻഡെക്സിൽ തന്നെ 2 എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ കൊളീഷൻ ഉണ്ടാവും. അത് പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കും. കൊളീഷൻ ഉണ്ട് എന്നുള്ള ടൈമിൽ നമ്മൾ രണ്ടാമത്തെ ഹാഷ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുതിയ ഇൻഡെക്സ് കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ എംപ്റ്റി സ്ലോട്ട് ആവുന്നത് വരെ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഹാഷ് ടേബിൾ എടുക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ 10 സൈസ് ഉള്ള ഒരു ഹാഷ് ടേബിൾ ആണ് എടുക്കുന്നത്. അതിൽ നമ്മൾ പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ 2 ഹാഷ് ഫംഗ്ഷൻസ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ H1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അതിനെ നമ്മൾ K mod 10 എന്നും, രണ്ടാമത്തെ ഹാഷ് ഫംഗ്ഷനെ നമ്മൾ H2 of K 1 plus K mod 9 എന്നും കൊടുക്കും. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 4 വാല്യൂസ് ആണ്, 21, 31, 41, 22. ഇതിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 0, 1, 2 മുതൽ 10 വരെയുള്ള ഇൻഡെക്സുകളിലേക്ക് നമുക്ക് ഈ 4 വാല്യൂസിനെ ഹാഷ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്യും? അത് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഓരോരോ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 21ന്റെ H1 അതായത് K mod 10 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതായത് 21 ഡിവൈഡ് ബൈ 10 കിട്ടുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്താ? 1. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഡയറക്റ്റ് നമ്മൾ ഏത് ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യും? 1 എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് നമ്മൾ 21നെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 31 mod 10 എന്ന് പറഞ്ഞാലും 1 ആണ് റിമൈൻഡർ കിട്ടുക. അതാണ് അതിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് അതിനെ 1ലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 1ൽ ഓൾറെഡി 21 അവിടെ കിടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ടാമത്തെ ഹാഷ് ഫംഗ്ഷൻ പെർഫോം ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ 1 പ്ലസ് 31 K, നമ്മുടെ Kന്റെ വാല്യൂ 31 mod 9 എന്നുള്ളത് പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ 31 mod 9 നമ്മൾ ചെയ്യുന്ന സമയത്ത് 31 ഡിവൈഡ് ബൈ 9 നമ്മൾ ചെയ്യുമ്പോൾ 3 by 9 27 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബാലൻസ് 4 ഉണ്ടാവും. അപ്പൊ ഈ 4 ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ മോഡ് വാല്യൂ. പിന്നെ അതിനൂടെ 1 പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് 5 എന്നുള്ള ഇൻഡെക്സ് കിട്ടും, ഇല്ലേ? അപ്പൊ നമുക്ക് 5 എന്നുള്ള
വാല്യൂ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മളൊരു ഇക്വേഷൻ നേരത്തെ പറഞ്ഞു, h1 of k plus I into h2 of k. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള h1 of k എന്ന് പറയുന്നത്, അതായത് 31ന്റെ h1 വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ h2 of 31ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ഈ 31 ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആ 1 വാല്യൂ, പിന്നെ ഇൻറ്റു ഈ 5. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 × 5 5, 5 + 1 10. അപ്പോൾ നമുക്ക് 5 + 1 6. അപ്പോൾ നമ്മൾ 6th ഇൻഡെക്സിലാണ് 31നെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 6th ഇൻഡെക്സിൽ നമ്മൾ 31നെ സ്റ്റോർ ചെയ്യും. ഇനി 41 നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ 1 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ സെയിം പെർഫോം ചെയ്യും, രണ്ടാമത്തെ ഹാഷ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 41 mod 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 41 mod 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 41 / 9 എന്ത് ചെയ്യും നമ്മൾ? 4 × 9 എന്ന് പറയുമ്പോൾ 36 കിട്ടും അല്ലേ? അപ്പോൾ 5 ബാലൻസ് വരും. അപ്പോൾ ഈ 5 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 ഇവിടെ 1 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കും. ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഡെക്സ് വാല്യൂ 1, അത് പ്ലസ് അതിൻ്റെ 1 h of k എന്ന് പറയുന്ന ഈ വാല്യൂ പ്ലസ് നമ്മുടെ ഇതിൻ്റെ 1 ഇൻറ്റു നമുക്ക് കിട്ടിയ വാല്യൂ 6. ഓക്കെ, അപ്പോൾ നമുക്ക് mod 10 ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പോൾ അതിൻ്റെ mod 10 മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ h2 of k എന്നുള്ളത്, I into h2 of k. mod 10 നമ്മൾ ഫസ്റ്റത്തെ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ h2 41നെ 7ലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ h1 22 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഡയറക്ട്ലി 2 ഇൻഡെക്സിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതാണ് ബേസിക്കലി ഡബിൾ ഹാഷിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതെന്താണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്ക് എന്താണെന്ന് എഴുതുന്നതിന് മാർക്കും എക്സ്പ്ലനേഷൻ 2 മാർക്കും വെച്ചിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് ഇവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ, അതായത് പാർട്ട് ബിയിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. റൈറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് മെർജ് സോർട്ട് അൽഗോരിതം വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. മെർജ് സോർട്ട് അൽഗോരിതം നിങ്ങൾക്കറിയാം. നമ്മൾ മെർജ് സോർട്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് ഒരു ലെവൽ തന്നിട്ടുണ്ടാവും, അതിൻ്റെ മിഡ് എടുക്കും, സെപ്പറേറ്റ് ചെയ്യും, അതിനെ എടുക്കും, അതിനെ സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ എലമെന്റ്സ് ആക്കിയിട്ട് അതിനെ സോർട്ട് ചെയ്ത് വീണ്ടും ഒരുമിപ്പിച്ച് മെർജ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് സോർട്ട് ചെയ്തെടുക്കും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ നിങ്ങളിവിടെ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതേപോലെ തന്നെ നമ്മൾ സെലക്ഷൻ സോർട്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സെലക്ഷൻ സോർട്ട് അൽഗോരിതം വിത്ത് ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ഓക്കെ, നമുക്കിവിടെ മെർജ് സോർട്ടിന് 9 മാർക്കും സെലക്ഷൻ സോർട്ടിന് 5 മാർക്കും, അങ്ങനെ 14 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പാർട്ട് ബിയിലുള്ള ഓർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓർ ക്വസ്റ്റ്യൻ എന്താ? ഹാഷ് ദ ഫോളോയിങ് കീ വാല്യൂസ് യൂസിങ് ഓപ്പൺ ചെയിനിങ് മെത്തേഡ് ആൻഡ് ക്ലോസ് ലീനിയർ പ്രോബിംഗ് മെത്തേഡ്. സൈസ് ഓഫ് ടേബിൾ ഇസ് 11 ആൻഡ് ഹാഷ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് h of k is equal to k mod 11. ഇത് നമുക്ക് തന്നിട്ടുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ ക്ലോസ്ഡ് ലീനിയർ പ്രോബിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ എലമെന്റിന്റെ ഹാഷ് വാല്യൂ, അതായത് ഈ കേക്ക് പകരം 17, 22, 34, 23, 19, 66 ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. അതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, 17 mod 11 എന്ന് പറയുമ്പോൾ 17 / 11 ചെയ്യുമ്പോൾ റിമൈൻഡർ 6, അത് 22 mod 11 എന്ന് പറയുമ്പോൾ 0, 34 mod 11 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും, 23 mod 11 എന്ന് പറയുമ്പോഴും 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 6, അതായത് 17 നമ്മൾ 6th ഇൻഡെക്സിൽ കൊടുത്തു. ഓക്കെ, പിന്നെ 22 നമ്മൾ എന്ത് ചെയ്തു? 0th ഇൻഡെക്സിൽ 22 കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് 34 ഫസ്റ്റ് ഇൻഡെക്സിൽ നമ്മൾ 34നെയും കൊടുത്തു. പിന്നെ നമുക്ക് വരുന്നതും 23 വരുന്നതും ഫസ്റ്റ് ഇൻഡെക്സിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 34 കഴിഞ്ഞിട്ട് അടുത്ത എം ടി സ്പേസ് എവിടെയാണ് ഉള്ളത് നോക്കും. അവിടെ നമ്മൾ 23നെ പ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ 23നെ പ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് ക്ലോസ്ഡ് ലീനിയർ പ്രോബിംഗ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് 19 മോഡ്. 19നെ നോക്കുമ്പോൾ 8th ഇൻഡെക്സിലാണ് 19. അപ്പൊ 19നെ നമ്മൾ 8th പ്ലേസ് ചെയ്യും. പിന്നെ നമുക്കുള്ളത് 66 ആണ്. 66 0-ലാണുള്ളത് അല്ലെ. 0-ൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 22 ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തത് നോക്കും, അത് എം ടി അല്ല. അതിന്റെ അടുത്ത് നോക്കും, അത് എം ടി അല്ല. അതിന്റെ അടുത്ത് നോക്കും, അത് എം ടി ആണ്. അപ്പൊ നമ്മൾ 66നെ 3rd ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യും. ഈ ഒരു രീതിയിലാണ് ലീനിയർ പ്രോബിംഗ് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് ഓപ്പൺ ചെയിനിങ് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്യാം. നമ്മളിവിടെ ക്ലസ്റ്ററിങ് പോലത്തെ സംഭവം, അതായത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ ഓപ്പൺ ചെയിനിങ് നിങ്ങൾക്ക് മോഡ് വാല്യൂസ് ഒക്കെ സെയിം മോഡ് വാല്യൂസ് ആണ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ 34ഉം 23യും ഒരു ഇൻഡെക്സിലാണ് വരിക. അപ്പൊ അത് ഫസ്റ്റ് ഇൻഡെക്സിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് അതിന്റെ അടുത്തത് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കും. അതുപോലെ 22ഉം 66ഉം ഒരു ഇൻഡെക്സ് 0th ഇൻഡെക്സിലാണ് വരിക. അതും നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് വഴി റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ബേസിക്കലി ഓപ്പൺ ചെയിനിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ ആണ്, മനസ്സിലാക്കുക, ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ലീനിയർ പ്രോബ്ലിങ്ങും ഓപ്പൺ ചെയിനിങ് മെത്തേഡ് പെർഫോം ചെയ്യുക. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് എന്ത് നമ്മുടെ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹാഷിംഗ് ഒക്കെ സിമ്പിൾ ആണ്, അറിയാലോ, അങ്ങനത്തെ സിമ്പിൾ ടൈപ്പേ ചോദിക്കുള്ളൂ. പിന്നെ അതിലൊരു ബി പാർട്ട് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞില്ല. എക്സ്പ്ലെയിൻ എനി 4 ഹാഷ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹാഷ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹാഷ് ഫംഗ്ഷൻസ് നിങ്ങൾ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. നമുക്കറിയാം ഡിവിഷൻ മെത്തേഡ്, ഹെഡ് സ്ക്വയർ, മിഡ് സ്ക്വയർ, ഫോൾഡിങ്, ഡിജിറ്റ് അനാലിസിസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, 4 മെത്തേഡ്. ആ 4 മെത്തേഡാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് 6 മാർക്കും ഇതിന് നമുക്ക് ബാക്കി മാർക്കും ആണ് വരുന്നത്. ഓക്കെ, 8 മാർക്കും. ഓക്കെ, ആ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് 2023 ഒന്ന് നോക്കാം. 22 പാർട്ട് എയിൽ 3 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇൻസേർഷൻ സോർട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കുക, ഇൻസേർഷൻ സോർട്ട് നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അൽഗോരിതം എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇൻസേർഷൻ സോർട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്, അത് 3 മാർക്കിന്. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ എനി 2 കോമൺലി യൂസ്ഡ് ഹാഷ് ഫംഗ്ഷൻസ്. ഏതെങ്കിലും 2 ഹാഷ് ഫംഗ്ഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്ന ഏതെങ്കിലും 2 ഹാഷ് ഫംഗ്ഷൻസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി, വിത്ത് ചെറിയൊരു എക്സാമ്പിൾ, ചെറിയൊരു ഡെഫിനിഷൻ എന്നുള്ള പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻസേർഷൻ സോർട്ട് അൽഗോരിതം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ഓൾറെഡി നമ്മൾ കുറെ കേസസിൽ പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പാർട്ട് ബിയിൽ എന്താണെന്നുള്ളത് നോക്കാം. പാർട്ട് ബിയിൽ നമുക്ക് മേർജ് സോർട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ മേർജ് സോർട്ട് അൽഗോരിതം എഴുതണം. അതിനുശേഷം നമ്മൾ ഈ ഒരു സോർട്ടഡിനെ നമ്മൾ മേർജ് സോർട്ട് വഴി നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ മേർജ് സോർട്ട് അൽഗോരിതത്തിന് 6 മാർക്കും അതിന്റെ ഡെമോൺസ്ട്രേഷൻ 4 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം മേർജ് സോർട്ട്, നിങ്ങൾക്ക് ഇത്ര എലമെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇതൊക്കെ ബോക്സ് വെച്ചിട്ട് തന്നെ കാണിക്കണം കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് സിംപ്ലി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ സെന്റർ 9 ആയിട്ട് എടുക്കും. അപ്പൊ 9 ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്ട് റൈറ്റും അല്ലാത്തത് ലെഫ്റ്റും ആക്കിയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ 12, 65, 35, 4 എടുക്കും. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ആദ്യം നമ്മൾ ചെയ്യും. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ എന്താ, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 65നെ മിഡിലാക്കി എടുത്തിട്ട്, അപ്പൊ 12 ഇവിടെ വരും, പിന്നെ 65, 34 അപ്പുറത്ത് വരും, ആ ഒരു പൊസിഷനിൽ വരും. ഓക്കെ, 12 വരും, 65, 34 വരും. പിന്നെ ഇവിടെ നമ്മൾ ഡയറക്ട്ലി 12 തന്നെ അപ്ഡേറ്റ് ചെയ്ത് എഴുതും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 64നെയും 34നെയും നമ്മൾ സിംഗിൾ എലമെന്റ്സ് ആക്കിയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തിട്ടാണ് അടുത്തൊരു ലിസ്റ്റിൽ എഴുതുക. അതായത് ഇതിൽ വലുത് 65, 34 ആണ്. നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 34, 65 ആക്കും. അപ്പോഴും ഇവിടെ 12 ആക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും മേർജ് ചെയ്തിട്ട് 12, 34, 65 എന്നുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ ഈ സൈഡിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ അടുത്ത റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് 9, 56, 43, 10 ആണ് നമുക്കുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, 9നെയും 56നെയും ഒന്നാക്കും, 43നെയും 10നെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ 9നെയും 56നെയും സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതും. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല, അത് അസെൻഡിങ് ഓർഡർ തന്നെയാണ് കിടക്കുന്നത്, അത് അതുപോലെ തന്നെ മേർജ് ചെയ്യും. പിന്നെ നമ്മൾ 43നെയും 10നെയും സെപ്പറേറ്റ് ആക്കി എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. 10, 43, 10 ആണല്ലോ 43നേക്കാളും വലുത്. അപ്പൊ നമ്മളിവിടെ അസെൻഡിങ് ഓർഡർ ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് സോർട്ട് ചെയ്യും. അപ്പം നമ്മൾ 9 കഴിഞ്ഞ 10, അത് കഴിഞ്ഞ 43, 56 എന്നുള്ള രീതിയിൽ സോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും അതുപോലെ സോർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 9, 10, 12, പിന്നെ 34, 43, 56, 65 എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സോർട്ടഡ് ആയിട്ടുള്ള അറേ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് മേർജ് സോർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ അൽഗോരിതം എഴുതിയിട്ട് ഈ ഒരു സ്ട്രക്ചർ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാം. പിന്നെ നമുക്ക് മാക്സ് ഹീപ്പ് എന്താണ് നിങ്ങൾക്ക് അറിയാലോ. മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഹീപ്പിഫൈലാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അറേ 2, 3, 4,
5 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാക്സി പ്രോപ്പർട്ടിയിൽ അതിനെ അറേഞ്ച് ചെയ്യുന്നത്? മാക്സിമം വരുന്ന എലമെന്റ് നമ്മൾ ട്രീ ആയിട്ട് കൺസിഡർ ചെയ്ത് ടോപ്പിൽ മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. അതിനേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും അതിന്റെ അടിയിലുള്ളതെല്ലാം. ഓക്കെ, ആ രീതിയിലാണ് മാക്സി പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ, മിൻ ഹീപ്പും മാക്സ് ഹീപ്പും എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അത് അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക, വിത്ത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും നമുക്കിവിടെ 6, 4, 10 മാർക്ക് മെർജ് സോർട്ടിൻ്റെതിനും ബാക്കി 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്തൊരു പാർട്ട് ബിയിലെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ വേരിയസ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് ഇൻ ഹാഷിംഗ്. അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ പ്രോബിംഗ്, ലീനിയർ പ്രോബിംഗ്, അതുപോലെ തന്നെ ഓപ്പൺ ചെയിനിങ്ങിൽ നമ്മൾ ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഡബിൾ ഹാഷിംഗ്, റാൻഡം പ്രോബിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഈ ഒരു എക്സ്പ്ലെയിൻ വേരിയസ് കൊളീഷൻ റെസൊല്യൂഷൻസിൽ വരുന്നത്. പിന്നെ നമുക്ക് ഹാഷ് ദ ഫോളോയിങ് കീ വാല്യൂസ് യൂസിങ് ഓപ്പൺ ചെയിനിങ് ആൻഡ് ക്ലോസ്ഡ് ലീനിയർ പ്രോബിംഗ് മെത്തേഡ്. നമ്മുടെ സൈസ് ഓഫ് ടേബിൾ 7 ആണ്, ഹാഷ് ഫംഗ്ഷൻ കെ മോഡ് 11 ആണ്, കീസ് ഇതും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ സൈസിന്റെ ടേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 7 എന്നുള്ളതാണ് ടേബിളിന്റെ സൈസ് വരുന്നത്. ആ രീതിയിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ നേരത്തെ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്തില്ലേ, അതായത് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്ത പോലെ ലീനിയർ പ്രോബിങ്ങും അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഡബിൾ ഹാഷിംഗ് ആണ്. നമുക്ക് ഈ ഒരു കേസിൽ നമ്മുടെ സൈസ് എന്ന് പറഞ്ഞത് 11 ആയിരുന്നു. അപ്പൊ നമ്മൾ 0th ഇൻഡെക്സ് മുതൽ 10 വരെയാണ് എഴുതിയത്. ഇവിടെ നമുക്ക് 7 ആണ്. അപ്പൊ നമ്മൾ 0 to 6 വരെ എഴുതിയിട്ട് ഇതിലെല്ലാം കെ മോഡ് 11 വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ലീനിയർ പ്രോബിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അടുത്ത എംപ്റ്റി സ്പേസ് എവിടെയാണോ അവിടെ ചെയ്യുക. ഓപ്പൺ ചെയിനിങ് എന്ന് പറയുമ്പോൾ സെയിം ഉള്ളത് ലിങ്ക്ഡ് ലിസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യുക. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് റൈറ്റ് ആൻ അൽഗോരിതം ടു സോർട്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസിങ് ഇൻസേർഷൻ സോർട്ട്. അത് നിങ്ങൾ ഇൻസേർഷൻ സോർട്ടിന്റെ അൽഗോരിതം നിങ്ങൾ എഴുതിയാൽ മതി. അത് തന്നെയാണ് അതിന്റെ ആൻസർ. അത് ഡിഫറെന്റ് ഒരു രീതിയിൽ നിങ്ങളോട് ചോദിച്ചു എന്നുള്ളതുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് അതുപോലെ എഴുതാം. പിന്നെ നമുക്ക് ഓവർഫ്ലോ അതുപോലെ തന്നെ കൊളീഷൻ എന്നുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഓവർഫ്ലോ എന്നുള്ള ടേം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റാക്ക് ഓവർഫ്ലോ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്യൂ, അങ്ങനത്തെ ഓവർഫ്ലോ കണ്ടീഷൻസ്. അതുപോലെ തന്നെ കൊളീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്പൺ ചെയിനിങ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ലീനിയർ പ്രോബിംഗ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ ജസ്റ്റ് ഓവർഫ്ലോ എന്ന് പറയുന്നുണ്ട്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ അതൊരു എക്സീഡിങ് ദ മാക്സിമം ലിമിറ്റ്, ഒരു സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ലിമിറ്റിന് എക്സീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നമുക്കറിയാം, നമ്മൾ സ്റ്റാക്കിന്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓവർഫ്ലോ. അതുപോലെ തന്നെ നമ്മൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ റേഞ്ചിന്റെ ഉള്ളിൽ വാല്യൂസ് വന്നിട്ടില്ലെങ്കിൽ അതൊരു ഓവർഫ്ലോ ആണ്. പിന്നെ നമ്മൾ മെമ്മറി മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെമ്മറി അലോക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലതെല്ലാം നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്പേസുകൾ ഉണ്ട്, അതൊക്കെ ഓവർഫ്ലോ ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഓവർഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുക. കൊളീഷൻ ചോദിക്കുമ്പോൾ മറ്റ് ബാക്കിയുള്ള ഈ പ്രോബിങ് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ സെന്റൻസിൽ നിങ്ങൾ എഴുതിയാൽ മതി. കാരണം ഇത് 3 മാർക്കിന്റെയാണ്. ജസ്റ്റ് എന്താണോ കൺസെപ്റ്റ് അത് മാത്രമേ എഴുതാം. ഇനി ഇതിന്റെ പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി മെർജ് സോർട്ടിന്റെ അൽഗോരിതം ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, നിങ്ങൾക്കറിയാം മെർജ് സോർട്ട് എങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ആ മെർജ് സോർട്ട് ഒരു അൽഗോരിതം പറയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ മെർജ് സോർട്ട് പ്രിഫേർഡ് ഫോർ ലിങ്ക്ഡ് ലിസ്റ്റിനാണ് മെർജ് സോർട്ട് പ്രിഫർ ചെയ്യുന്നത്. എന്താണ് കാരണം? അതായത് നമുക്ക് അറിയേണ്ട കേസിൽ നമുക്ക് മിഡിലൊന്നും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻസേർഷൻ ഇൻ മിഡിൽ, എൻഡ്, ബിഗിനിങ് എല്ലാം നമുക്ക് പോസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ മെർജ് ഓപ്പറേഷൻ നമുക്ക് വിത്തൗട്ട് എക്സ്ട്രാ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് വിത്തൗട്ട് എക്സ്ട്രാ സ്പേസ്. നമുക്ക് ലിങ്ക്ഡ് വേറെ സ്പേസ് ആഡ് ചെയ്ത് അത് വേസ്റ്റ് ചെയ്ത് കളയാതെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മൾ ബേസിക്കലി മെർജ് സോർട്ടിന്റെ എക്സാമ്പിളിന് തന്നെ 10 മാർക്ക് വരുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് 4 മാർക്ക്, അങ്ങനെ 14 മാർക്കാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, പിന്നെ ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ദ ഡിഫറെന്റ് ടെക്നിക്സ് ഫോർ ഓപ്പൺ അഡ്രസ്സിംഗ്. അതാണ് നമ്മൾ പറഞ്ഞ റാൻഡം, പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഹാഷിംഗ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഓപ്പൺ അഡ്രസ്സിംഗ് ചോദിച്ചാൽ ബേസിക്കലി എഴുതേണ്ടത്. പിന്നെ ഹൗ ഫോൾഡിംഗ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹാഷിംഗ്. അത് നമ്മൾ ഫോൾഡിംഗ് ഇൻ ഡീപ്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോൾഡിംഗ് മെത്തേഡ് നമ്മൾ
ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഇതിൽ ഫോൾഡ് ഷിഫ്റ്റിംഗ്, ഫോൾഡ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടെക്നിക്സിന് 9 മാർക്കും ഫോൾഡിംഗ് മെത്തേഡ്സിന് 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ എഴുതും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ മൊഡ്യൂൾ 5ന്റെ കേസ് കണ്ടോ. അതായത് നിങ്ങൾ ലീനിയർ പ്രോബിങ്ങിന്റെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, ക്വാഡ്രാറ്റിക് പ്രോബിങ് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓപ്പൺ അഡ്രസ്സിങ്ങിന്റെ കേസ് പറയുമ്പോൾ ഇതാണ് ബേസിക്കലി വേണ്ടത്. പിന്നെ നമ്മൾ ഫോൾഡിംഗ് പറയുമ്പോൾ അതിന്റെ ഫോൾഡിംഗ് മെത്തേഡ്, പ്യൂർ ഫോൾഡിംഗ്, ഫോൾഡ് ഷിഫ്റ്റിംഗ്, ഫോൾഡ് ബൗണ്ടറി, അതിന്റെ എക്സ്പ്ലനേഷൻ, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം ആൻസർ ചെയ്യാം. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ 5th മൊഡ്യൂളിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി ഇൻസേർഷൻ സോർട്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. അതുപോലെ തന്നെ മേർജ് സോർട്ട്, അതുപോലെ തന്നെ ഹീപ്പ് സോർട്ടിൽ നമുക്ക് മാക്സ് ഹീപ്പ്, മിൻ ഹീപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ട്രീ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ഹാഷിങ്ങിൽ വരുമ്പോൾ എന്തായാലും ഹാഷിംഗ് ഫുൾ ഉണ്ട്. ഹാഷിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ട ഹാഷിംഗ് ടെക്നിക്സ്, ഹാഷിംഗ് ഫങ്ഷൻസ്, 4 ഹാഷിംഗ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ അതിലെ ടെക്നിക്സ്, ഓപ്പൺ, ക്ലോസ്ഡ്, ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം ഇൻ ഡെപ്തിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 5ൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻ ഡെപ്തിൽ നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ മൊഡ്യൂൾസും നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞ പോലെ തന്നെ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.